ഈ വേദിയിൽ ഞാനും റോബിനും അങ്ങേക്ക് മുമ്പായി സെന്റ് അൽഫോൻസാമയുടെ ജീവചരിത്രം ആരംഭിക്കുന്നു. കേരളത്തിൽ കോട്ടയത്തിനടുത്തുള്ള കൊടുമാലൂർ ഇടവകയിൽ പൊട്ടുപാടത്ത് കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ സന്താനമായി 1910 ഓഗസ്റ്റ് 19 അന്നക്കുട്ടി ജനിച്ചു. 1910 ഓഗസ്റ്റ് 27 കൊടുമള്ളൂർ പള്ളിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അമ്മയുടെ അകാല ചെറുപ്പത്തെ തുടർന്ന് 3 മാസം പ്രായമായ അന്നക്കുട്ടി മാതൃ സഹോദരി മുട്ടിച്ചിരം മുറിക്കാൻ അന്നമ്മയുടെ സംരക്ഷണത്തിലായി. ഏകദേശം 3 വയസ്സുള്ളപ്പോൾ രോഗം പിടിപെടുകയാൽ ചികിത്സാർത്ഥം അന്നക്കുട്ടി കുടുംബാലൂരിലേക്ക് തിരികെ കൊണ്ടുപോവുകയും സിദ്ധവൈദ്യനായ സ്വന്തം പിതാവിന്റെ ചികിത്സയിൽ അന്നക്കുട്ടി പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. 1917 മെയ് 14 അന്നക്കുട്ടി കൊടുമണ്ണൂരിൽ നിന്ന് അടുത്തുള്ള ആലപ്പുഴ തുണൻകുഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർന്നു. 1917 നവംബർ 27 കൊടുമണ്ണൂർ പള്ളിയിൽ വെച്ച് പ്രഥമ ജീവകാരുണ്യ സ്വീകരണം നടത്തി. 3ാം ക്ലാസ് കഴിഞ്ഞ് തുടർന്നുള്ള പഠനത്തിനായി അന്നക്കുട്ടി മാതൃ സഹോദരി അന്നമ്മ വീണ്ടും മുട്ടച്ചിറയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തി. ആ കാലത്തെ മാതൃ സഹോദരിയിൽ നിന്ന് അന്നക്കുട്ടിക്ക് ലഭിച്ച ശിക്ഷണം അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും വിത്തുകൾ അവിടെ പാകി. സുന്ദരിയും ശുശ്രിയും ഭക്തിയും വിവേകത്തിമതിയുമായ വളർന്നു വന്ന ആ പെൺകുട്ടി സഹപാഠികൾക്കും അയൽക്കാർക്കും അധ്യാപകർക്കും കണ്ണിലൊടിയായി മാറി. സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ അവരിൽ തീവ്രമായി ഉണ്ടായിരുന്നു. എന്നാൽ സുന്ദരിയായ അന്നക്കുട്ടിയെ ഒരു നല്ല കുടുംബത്തിൽ വിവാഹം ചെയ്ത് അയക്കണമാണ് പേരമ്മ ആഗ്രഹിച്ചത്. ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. മനസമ്മതത്തിന് പോകേണ്ട ദിവസമായപ്പോൾ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പിൻഭാഗത്തുള്ള ചാലക്കുഴിയിൽ നിന്ന് കടലിൽ കാലൽപ്പം പൊള്ളിക്കാൻ അന്നക്കുട്ടി തീരുമാനിച്ചു. പക്ഷേ ഈ ശ്രമത്തിൽ അവൾ തീയിലേക്ക് വാഴ്ത്തു വീണ് 2 കാലും പൊള്ളുന്നതിനായി ഇടയായി. അതുകൊണ്ട് വിവാഹം മുടങ്ങി. 1927 പെന്തക്കോസ്ത് നാളിൽ അന്നക്കുട്ടി ഭരണങ്ങാനത്തുള്ള ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ ചേർന്നു. 1978 ഓഗസ്റ്റ് 2 അവൾ ശിവവസ്ത്രം സ്വീകരിച്ച് അൽഫോൻസയായി. ഉപരിപഠനത്തിന് ശേഷം 1930 മെയ് 19 അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. 1932 കുറച്ചു കാലം മക്കത്താട് സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് നിന്നു. 1 വർഷത്തെ കാനോനിക നവീക്ഷത്തിന് ശേഷം 1936 ഓഗസ്റ്റ് 12 നിത്യവൃത വാഗ്ദാനം ചെയ്ത് സിസ്റ്റർ അൽഫോൻസ ഈശോയുടെ സ്വന്തമായി തീർന്നു. കന്യകാലയത്തിൽ പ്രവേശിച്ചതു മുതൽ മരണം വരെ സിസ്റ്റർ അൽഫോൻസ രോഗിണിയായിരുന്നു. കഠോരമായ രോഗങ്ങളും മാനസിക വേദനയാണ് സിസ്റ്റർ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് തന്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനായി തന്റെ എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ച് ഒരിക്കലും ഒന്നിനും പരാതിപ്പെട്ടിരുന്നില്ല. സെന്റ് അൽഫോൻസായുടെ സാധാരണ ജീവിതത്തിന് സ്നേഹബലി എന്ന ഒറ്റവാക്കിൽ നമുക്ക് സംഗ്രഹിക്കാം. 1946 ജൂലൈ 28 സിസ്റ്റർ അൽഫോൻസ തന്റെ സഹനബലി പൂർത്തിയാക്കിക്കൊണ്ട് സഹനത്തിന്റെ മഹത്വ കിരീടം പ്രാപിക്കാനായി മാലാഖമാരുടെ നാട്ടിലേക്ക് പറന്നുപോയി. ഡിസംബർ 2 1953 ദൈവദാസി. നവംബർ 6 1984 ധന്യ. ഫെബ്രുവരി 8 1986 വാഴ്ത്തപ്പെട്ടവൾ എന്നിങ്ങനെയൊക്കെയായി പടിപടിയായി ഉയർത്തിക്കൊണ്ട് തിരുസഭ അൽഫോൻസാമയുടെ വിശുദ്ധിയെ അംഗീകരിച്ചു. അവസാനം 12/10/2008 പരിശുദ്ധ പിതാവ് ബെന്നി 16 അൽഫോൻസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. നന്ദി, നമസ്കാരം.